ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ കടലിന്റെ സ്വന്തം നാടാണ്. മലയാള സാഹിത്യത്തിലായാലും മറ്റേതിലും ആലപ്പുഴ എന്നും കടലിനോട് ചേർത്ത് വായിക്കുന്ന ശബ്ദമാണ്. ആലപ്പുഴയിൽ നിന്നുള്ള രണ്ടുപേരാണ് ഇനി ചോദ്യങ്ങളുമായി അഭിലാഷ എന്ന നാവികന് മുന്നിലേക്ക് എത്തുന്നത്. ലിയോ HSSലെ എസ് അദ്വൈത്. അദ്വൈത് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഹായ്. സമുദ്രദിന ആശംസകൾ. ഹാപ്പി വേൾഡ് ഓഷൻ ഡേ ടു യു ഓൾസോ. താങ്ക് യു സാർ. ചോദ്യം ചോദിക്കട്ടെ. സാഹസികതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഭാവന, സ്വപ്നം എന്നിവ അങ്ങയുടെ ജീവിതാനുഭവങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? സോറി, ഒന്നുകൂടെ ചോദിക്കാതെ. സാഹസികതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഭാവന, സ്വപ്നം എന്നിവ അങ്ങയുടെ ജീവിതാനുഭവങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. Can somebody translate that? അങ്ങായി സമുദ്രത്തിലേക്ക് പോകാൻ സ്വപ്നവും ഭാവനയും എന്തുമാത്രം സഹായിച്ചു? അത് ചെറുപ്പത്തിൽ തൊട്ട് എന്റെ കടലിൽ പോകണമെന്ന്. അപ്പം 7ാം ക്ലാസ് 7 വയസ്സായിരുന്നപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യമാണിത്. അത് കാരണമാണ് ഞാൻ നേവി ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് അത് ഫൈനലി വലുതായി നേവി ജോയിൻ ചെയ്ത് റിയലൈസ് ആയത് എനിക്ക്. താങ്ക് യു അദ്വൈത്. അദ്വൈതിന്റെ കൂട്ടുകാരൻ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള കീർത്തനയുണ്ട്. SDV GHSലെ കീർത്തന ചോദിച്ചോളൂ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ സർ, ഐ എം കീർത്തന എസ്. എന്റെ ചോദ്യം ഇതാണ്: 151 ദിവസത്തെ ഏകാന്തത തിരിച്ചെത്തിയപ്പോൾ സമൂഹവുമായിട്ട് എങ്ങനെ ഒത്തുപോയി? 151 ദിവസത്തേക്ക് കടലും കാറ്റുമൊക്കെ ആയിരുന്നല്ലോ കൂട്ടുകാർ. അങ്ങനെ അത്രയും ദിവസം ജീവിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ സമൂഹവുമായിട്ട് ഒത്തുപോയി? അത് അത്ര എളുപ്പമല്ലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ 5 മാസം ആരോടും വർത്തമാനം പറഞ്ഞിട്ടില്ല. തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ വായിക്കാത്ത വേർഡ്സ് വരത്തില്ല. പിന്നെ കുറേയൊക്കെ ആൾക്കാരെ കാണാത്ത കാരണം സഡൻലി ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഈ ഒരു പിക്ചർ കാണുന്ന പോലെയാണ്. നമ്മൾ തിയേറ്ററിൽ പിക്ചർ കാണുമ്പോഴത്തേക്ക് സ്ക്രീനിൽ ആൾക്കാർ വർത്തമാനം പറയുന്നുണ്ട്, തല്ല് പിടിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ രണ്ടുപേരുടെ ഇടയ്ക്ക് വന്ന് നിന്നാൽ അവർ വർത്തമാനം പറയുകയാണെങ്കിൽ അവർക്കും പിക്ചർ കാണുന്നത്. ഞാനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ വല്ല തമാശ പറയുകയാണെങ്കിൽ ഞാൻ ചിരിക്കും. അവരെന്നോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോകും. എന്ന് വെച്ചാൽ അങ്ങനെ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ 5 മാസമായിട്ട്. കട്ടിലേ കിടക്കാൻ ഭയങ്കര പ്രശ്നം. ബോട്ടിലാണെങ്കിൽ എപ്പോഴും ആടിയിരിക്കും. അപ്പം ആടിക്കൊണ്ടിരിക്കും, ഈ ഊഞ്ഞാലേ കിടക്കുന്ന പോലെയാണ്. പക്ഷേ തിരിച്ചു വന്ന ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്തൊരു ഒരു കട്ടിലേ കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കടലിൽ ഉറങ്ങുന്ന എല്ലാ അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചാണ് ഉറങ്ങുന്നത്. എന്നിട്ട് അരമണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യും. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ എന്നെ നാവിഗേഷൻ എന്തെങ്കിലും ചെയ്യും, പിന്നെ ഉറങ്ങും, പിന്നെ എഴുന്നേക്കും. അങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. കരയ്ക്ക് വന്നിട്ട് 9, 10 മണിയായി കിടന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 9 മണിക്ക് ഓഫീസ് പോവുക. അതെല്ലാം ഭയങ്കര ഒരു വിയേർഡ് സിറ്റുവേഷൻ ആയിരുന്നു. കിടന്നാൽ എനിക്ക് 1 മണിക്കൂർ കൂടുതൽ ഒരിക്കലും ഉറക്കം വരത്തില്ലായിരുന്നു. ഓഫീസിൽ 9 മണിക്ക് എത്തിയാൽ ഉറക്കം വരും. പക്ഷെ ഓഫീസിൽ ഇരുന്ന് വീട്ടിൽ തിരിച്ചു ചെന്നാൽ അവിടെ 1 മണിക്കൂർ കൂടുതൽ ഉറക്കാനും പറ്റത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി. താങ്ക് യു സർ. പവിത്ര വിമല സെൻട്രൽ സ്കൂൾ കാരങ്കോട്, കൊല്ലം ജില്ല തന്നെയാണ്. പവിത്ര ചോദിച്ചോളൂ. അപ്പോഴേക്കും ഫാത്തിമയുടെ മെസ്സേജ് എത്തുമായി ഇരിക്കും. പവിത്ര. ഹായ് സർ, ഐ എം എന്റെ ചോദ്യം ഇത്രയും കാലത്തെ അനുഭവത്തിൽ നമ്മുടെ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഓഷൻ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറിന് എന്തെങ്കിലും ചേഞ്ച് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ ഓഷനില് നമ്മുടെ മനുഷ്യന്റെ ഇടപെടൽ മൂലം നമ്മളിപ്പോ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നുകൂടെ ചോദിക്കാം. ഇനീഷ്യലി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒന്നുകൂടെ. സർ, നമ്മളിപ്പോ മനുഷ്യൻ നമ്മുടെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഓഷൻ എങ്ങനെ ചേഞ്ച് ആയെന്നോ? അതെ, സമുദ്രങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ മലിനമായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് എന്റെ റെമഡി എന്നാണ് പവിത്ര ചോദിക്കുന്നത്. ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിൾ തരാണ്. ആദ്യത്തെ സർക്കം നാവിഗേഷൻ 2013
ഫെബ്രുവരിയിലായിരുന്നു ഞാൻ സൗത്ത് അറ്റ്ലാന്റിക്. ആ സമയത്ത് കടലിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം കണ്ടില്ല. ഈ പ്രാവശ്യം ഞാൻ ഗോൾഡൻ ഗ്ലോബ് റേസിന് പോയപ്പോൾ 5 കൊല്ലമേ ആയുള്ളൂ. ഈ പ്രാവശ്യം ഗോൾഡൻ ഗ്ലോബ് റേസിന് സ്ട്രെച്ച് ക്രോസ് ചെയ്തായിരുന്നു സൗത്ത് അറ്റ്ലാന്റിക്. എല്ലാ മണിക്കൂറും ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു കഷ്ണം, അത്രയും പൊല്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഒരു കരയ്ക്കോ വല്ലതും അടുക്കുവാണെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ ദൂരത്തോട്ട്. അടുത്തത് നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് പോകാം. കോട്ടയത്ത് ഗിരിദീപം സ്കൂളിലെ TV9 ആണ്. ഹലോ സാർ. ചോദിച്ചോളൂ. TV9 Sir, ചോദിച്ചോളൂ. sir, come on. It is a great pleasure to talk with you. Sir, my first question. Hello. കേൾക്കാം. TV9 ആണ്. ചോദിച്ചോളൂ. My first question is that what is your opinion about ocean when you compare it with the land? അഭിലാഷ് മ്യൂട്ട് ആയിട്ട് തോന്നുന്നു. അഭിലാഷ് ഓക്കെ, ചോദിച്ചോളൂ. TV9 ആണ്. Hello, sir. അഭിലാഷ് മ്യൂട്ട് ആയിട്ടുണ്ട്, അതാണ് കേൾക്കാത്തത്. അഭിലാഷ് മ്യൂട്ട് ഒന്ന് മാറ്റുമോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, പറയൂ. Okay. Hello, sir. ചോദിച്ചോളൂ. You can ask a question. Hello, sir. Good evening. It is a great pleasure to talk with you. Sir, my first question is, what is your opinion about ocean when you compare with the land? Can you repeat the question? But the ocean is not understood at all. Land is always the same. It is fixed. But the ocean keeps changing. ഇന്ന് കാണുന്ന കടലല്ല നാളെ കാണുന്ന. You go to the same place, it will not be the same. And it's ever changing. But the good thing about the ocean is that everything is predictable. You know, you can predict what it is going to be like in the next 10 to 15 days or the next year, what the ocean is going to be like. So there is an element of predictability, but at the same time, it's very different from land. Okay, sir. Thank you. ഓക്കെ, താങ്ക് യു. TV9 കോട്ടയത്ത് തന്നെയുള്ള. Can I ask a question, please? ഹലോ, At Ronnie Jones. Hello. Can I please ask my question again? ഫാത്തിമയാണോ? ഫാത്തിമ, ഹലോ ഫാത്തിമ, അൺമ്യൂട്ട് അതെ, ചെയ്യൂ. sir. കൊല്ലത്തുനിന്ന് ഫാത്തിമയാണ്. ഓക്കെ ഫാത്തിമ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സാർ, അഭിലാഷ് സാർ, ആൽക്കെമിസ്റ്റില് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കാര്യം നേടണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ നമ്മുടെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ ലോകം നമ്മുടെ കൂടെ നിൽക്കുന്നു. അതിനൊരു ജീവിച്ചിരിക്കുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സാർ. അപ്പോൾ സാറിന് അറിയാം, സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനുഷ്യൻ എത്ര നിസ്സാരമാണ് എന്ന് കടലിനെ കാണുമ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷെ സാറ് കണ്ട കടലല്ലല്ലോ ഇപ്പോ ഉള്ളത്. നമ്മുടെ കടലിൽ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലവും മറ്റും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടുന്നു, ജൈവസമ്പത്തൊക്കെ കുറയുന്നു. അപ്പോൾ എന്തായിരിക്കും ഇനി ഭാവി കടലിന്റെ ഭാവി എന്തായിരിക്കും? ഇനി വരുന്ന സെയിലേഴ്സിന് സാറ് നേരിട്ട പ്രതിസന്ധികളെക്കാളും കൂടുതൽ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരില്ലേ? എന്തായിരിക്കും സാർ കടലിന്റെ ഭാവി? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ചേഞ്ച് ആണ് ഈ കടലിലെ സ്റ്റോംസ്. കടലിലെ സ്റ്റോംസ് കുറെ കൂടെ കൂടും. ഒരു 10 കൊല്ലം മുമ്പ് നമുക്ക് അറേബ്യൻ സീയിൽ കൂടി വന്നാൽ കൊല്ലത്തിൽ ഒരു സൈക്ലോണോ ഒരു ഡിപ്രഷനോ മാത്രമേ വരത്തുള്ളൂ. കഴിഞ്ഞ കൊല്ലം നമുക്ക് 4 സൈക്ലോൺ ആയിരുന്നു വന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് കടലിലെ സ്റ്റോംസ് എല്ലാം കുറെ കൂടെ it will be much more dangerous and it will be much more severe. It's going to be much worse weather at sea. രണ്ടാമത്തേത് ഗ്ലോബൽ വാർമിംഗ് കാരണം കടലിലെ ഹൈറ്റും കൂടുന്നുണ്ട്. That's another problem we'll have to face. Okay, thank you ഫാത്തിമ. Then കോട്ടയത്ത് തന്നെയുള്ള മേരി മാത പബ്ലിക് സ്കൂളിലെ അശ്വിൻ ചോദിച്ചോളൂ. അശ്വിൻ അജയ് ഫ്രം കോട്ടയം. ഹലോ സാർ, കേൾക്കാമോ? Yep. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. Good afternoon. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ?
ചോദിക്കൂ. സാർ ഒരു പൈലറ്റും അതുപോലെ തന്നെ നേവിയിൽ ഒരു കമാൻഡറുമാണല്ലോ. അതിന്റെ രണ്ടിന്റെ അനുഭവങ്ങളും പിന്നെ എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം. അതിനായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഒന്ന് പറഞ്ഞു തരാമോ? നേവിയിൽ പൈലറ്റ് ആണോ, മിലിറ്ററി പൈലറ്റ് ആണോ, അതോ സിവിൽ പൈലറ്റ് ആണോ? എയർഫോഴ്സിൽ. എയർഫോഴ്സ് പൈലറ്റ്. ഇപ്പോഴത്തെ എന്നാന്ന് അറിയത്തില്ല, പക്ഷേ 12 കഴിയുമ്പം NDAD എക്സാം എഴുതണം. 12ൽ 11th and 12th സയൻസ് സ്ട്രീം വേണം. NDAD എക്സാം എഴുതിയിട്ട് NDA ജോയിൻ ചെയ്യണം, എയർഫോഴ്സ് സ്ട്രീം. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പൈലറ്റ് ആക്കിക്കോളും. സാറിന്റെ അനുഭവങ്ങളും കൂടെ ഒന്ന് പറയാമോ? എനിക്ക് ചെറുപ്പത്തില് എനിക്ക് 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഏതാണ്ടായിരുന്നു, കൊച്ചിയിൽ ഒരു നേവിയുടെ പ്ലെയിനിന്റെ ആക്സിഡന്റ് ആയിരുന്നു. ആ ആക്സിഡന്റിൽ ഒരു ഓഫീസർ മരിച്ചു. അപ്പോൾ ആ വാർത്ത വായിച്ചിട്ട് എനിക്കും എന്റെ മനസ്സിൽ ഏതാണ്ട് ഒരു ഇത് വന്നു, എനിക്കും നേവിയിൽ പൈലറ്റ് ആണോ എന്ന്. അപ്പോൾ അതാണ് 2ാമത്തെ കാരണം എനിക്ക് നേവി ജോയിൻ ചെയ്യാനായിട്ട്. ഞാൻ 12 കഴിഞ്ഞിട്ട് നേവൽ അക്കാഡമി NDA പരീക്ഷ എഴുതി, നേവൽ അക്കാഡമി കിട്ടി. നേവൽ അക്കാഡമി ജോയിൻ ചെയ്തിട്ട് അവിടെ 3 കൊല്ലം, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം ഷിപ്പിൽ ട്രെയിനിങ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പൈലറ്റ്സിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സിനെ ചോദിച്ചത്. അതിൽ ഞാൻ എൻ്റെ പേരിട്ടു. എന്നെ അവർ സെലക്ട് ചെയ്തു. ആദ്യം കൊച്ചിയിലൊരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 കൊല്ലം എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ നേവിയിൽ റെക്കോണസൻസ് സ്ട്രീമിൽ ഗോവയിൽ തന്നെ എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടി. അപ്പോൾ നേവിയിൽ ഞാൻ ഡോണിയർ എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ആണ് ഫ്ലൈ ചെയ്യുന്നത്. അതൊരു ട്വിൻ എഞ്ചിൻ ടെർബോ പ്രോപ്പ് ആണ്. ഞാൻ ഏകദേശം ഒരു 1500 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഗോവയിലും ആൻഡമാനിലുമാണ് ഞാനിത് പറപ്പിച്ചിട്ടുള്ളത്. നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ക്വസ്റ്റ്യൻ സമീപിക്കണം. കോഴിക്കോട് ദേവഗിരിയിൽ നിന്നുള്ള അമിത് പ്രവീൺ. അമിത് ചോദിച്ചോളൂ. Amit from Devagiri, Kozhikode. Good afternoon, sir. I'm Amit Praveen from class 9th. Sir, my question is, during the Golden Globe race, your boat was hit by a vicious storm, dismasting the boat and injuring your spine. Sir, can you please narrate the painful experience? Yeah, I was, it was on the 82nd day and we were hit by a very bad storm. The problem was not just the wind, but we had very heavy cross seas when we got waves coming from two. And I had waves as high as maybe 15 to 20 meter high waves from 2 directions. So with that kind of waves, it is very difficult to save your boat. One wave hit the boat and the boat capsized and it broke one of the booms of the mast. When the second wave hit almost 1 hour later, the boat capsized again and I was thrown out of the boat and I reached the end of the mast. When the boat straightened, I was on top of the mast and from there I fell down and I fractured my spine. After that, I sent out an SOS and for 3 days I was lying in the boat waiting for rescue. After 3.5 days, I had a French fisheries vessel. They came, they were about 1,000 kilometers away. They came, they picked me up and they dropped me in Amsterdam Island. Amsterdam Island is an island. It is not the, Amsterdam of Netherlands. So I was dropped in that island. I was some primary medical. 3 days later, an Indian Navy ship came and it took me back to India. So after 16 days, I finally was taken to a doctor where they did an MRI scan and then they realized that I had about 3 fractures in my spine. Next day, they flew me to Delhi and 1 day after that, I had my surgery and now I've got 2 titanium rods in my spine. Okay, thank you, Amit. Thank you, sir. Then കോഴിക്കോട് നിന്നുള്ള രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ വൈഷ്ണവി മേനോൻ. വൈഷ്ണവി ചോദിച്ചോളൂ. വൈഷ്ണവി ഫ്രം കോഴിക്കോട്. വൈഷ്ണവി ചോദിച്ചോളൂ. മ്യൂട്ട് ആണെന്ന് തോന്നുന്നു. വൈഷ്ണവി അൺമ്യൂട്ട് ചെയ്യോ? വൈഷ്ണവി ലൈനിൽ എത്തിയിട്ടില്ല. നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്ന് മൊകേരി RGM HSSലെ ശ്രിയ ജാസ്മിൻ. ശ്രിയ ചോദിച്ചോളൂ. ശ്രിയ ഫ്രം കണ്ണൂർ. Sir, good evening, sir. Kekamo. Yeah. We know that life is originated from the ocean, and നമ്മുടെ മനുഷ്യർ പോലും കടലിൽ നിന്നാണ് ഉണ്ടായതെന്ന ഒരു തിയറി കൂടിയുണ്ട്. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ
കരയാണോ കടലാണോ ജീവിക്കാൻ ഏറ്റവും ഉത്തമം? ഒരു ഇന്ത്യൻ മെഗലൻ എന്ന നിലക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ള നിലക്കും സാറോടെയാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ചോദിക്കാൻ ഉത്തമം എന്ന് തോന്നുന്നു. അപ്പോ സാറെ അടുത്ത് ഈ ആൻസർ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരയാണ് ഈസി ജീവിക്കാൻ. പറഞ്ഞാൽ കരയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അതുപോലെ ഇരിക്കും. ഒരു വീട് പണിതാ അത് ഇരിക്കും ഒരു 19 കൊല്ലം. കടലിൽ വീട് പണിതാ പണിയാൻ പറ്റത്തില്ല. ബട്ട് that doesn't mean that we can ignore the sea. ലോകത്തെ most what do you call it, prosperous countries, they became prosperous because they knew how to use the sea. ഈ ഇംഗ്ലണ്ട് പോലത്തെ ചെറിയൊരു കൺട്രി അവർ അവിടുന്ന് വന്നിട്ട് ഇന്ത്യയെ കീഴടക്കിയത് കടൽ വഴിയാണ്, കരവഴിയല്ല. ഇവിടെ വന്നിട്ട് കരയിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ കടൽ വഴിയാണ് അവർ പോയത്. സെയിം വേ അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. അവരെല്ലാം ദേ പ്രോസ്പെർഡ് ബിക്കോസ് ദേ കുഡ് മേക്ക് യൂസ് ഓഫ് ദി സീ. ആൻഡ് ഇന്ത്യയിൽ നമ്മൾ കെപ്റ്റ് ഇഗ്നോറിംഗ് ദി സീ ഫോർ മെനി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. ഒന്ന് ഓർത്ത് നോക്കി, അവിടുന്ന് പോർച്ചുഗലിൽ നിന്ന് 3 ഷിപ്പ് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ ട്രബിൾ ചെയ്തിട്ട് അവർ തിരിച്ചു പോവാണെങ്കിൽ ഇമാജിൻ ഹൗ ബാഡ് വി വർ at going to sea. So it's very important that we don't forget the sea. We don't forget how to use and exploit the sea, and how we need to secure our sea boundaries so that others at least don't come and trouble us. Okay, thank you, Shriya. Thank you, sir. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള അമല ജോസഫ്, GHSS മേതിൽ. അമല ചോദിച്ചോളൂ. അമല ജോസഫ് ഫ്രം കണ്ണൂർ. ഗുഡ് ഈവനിങ്. അമല ചോദിച്ചോളൂ. ഹലോ. Yeah. പസഫിക് സമുദ്രം സാധാരണ ശാന്ത സമുദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 16 ലക്ഷം കിലോമീറ്ററോളം പ്ലാസ്റ്റിക് വ്യാപരിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സാറിന് അതിലേക്കൂടെ കടന്നു പോയപ്പം ആ ഒരു ശാന്ത അവസ്ഥയാണോ ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥ അനുഭവിക്കുന്ന ആ ഒരു വേദനയാണോ അനുഭവപ്പെട്ടത്? പസഫിക് പ്രശാന്ത് എന്ന് ഇട്ട ആ പേരിട്ടയാള് ചിലപ്പം ഞാൻ പോയ വഴി എല്ലായിരിക്കും പോയത്. അത് കാരണമായിരിക്കും ആ പേരിട്ടത്. നമ്മളൊരു 23 ഡിഗ്രി ആ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്രോസ് ചെയ്താണെങ്കിൽ സീ എപ്പോഴും മോശമാണ്. ഞാൻ പസഫിക് ഓഷൻ ക്രോസ് ചെയ്തപ്പോഴും ഭയങ്കര മോശമായിരുന്നു. പിന്നെ ബാക്കി കടൽ നോക്കുകയാണെങ്കിൽ പസഫിക് ഓഷൻ ഇറ്റ്സ് ഹ്യൂജ്, ഇറ്റ്സ് വെരി വെരി ബിഗ്. ആ സൈസ് തന്നെ ക്രോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി ഓസ്ട്രേലിയയിൽ എത്താൻ 30 ദിവസം എടുക്കും. അതിന് മുമ്പ് ഇക്വേറ്റർ ക്രോസ് ചെയ്യും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ക്രോസ് ചെയ്യും. അപ്പോൾ എങ്ങനെയും ഒരു ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ നമുക്കുണ്ട്. പക്ഷേ ന്യൂസിലൻഡ് ക്രോസ് ചെയ്തിട്ട് കേപ്പ് ഹോൺ വരെ എത്തി മടുത്തു പോയി. കാരണം വെച്ചാൽ അവിടെ ഇടയ്ക്ക് ഒരു മൈൽ സ്റ്റോണും ഇല്ല, ഒന്നുമില്ല. ഇറ്റ് വാസ് റിയലി ജസ്റ്റ് കുറേ തണുപ്പും ഉണ്ടായിരുന്നു, കുറേ കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഒരു 30-40 ദിവസം തന്നെ എടുത്ത് അത് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് കുറേ ഒരു ആശ്വാസമായിരുന്നു. താങ്ക് യു. നേരത്തെ വന്ന കോഴിക്കോട് നിന്നുള്ള വൈഷ്ണവി മേനോൻ, രാമകൃഷ്ണ മിഷൻ സ്കൂൾ. വൈഷ്ണവി വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. വൈഷ്ണവി ചോദിച്ചോളൂ. വൈഷ്ണവി ഫ്രം കോഴിക്കോട്. ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ, കേൾക്കാം. സാർ, കടലിലായിരുന്ന ആ ടൈമിൽ, സാർ അപകടത്തിലായിരുന്ന ആ ടൈമിൽ സാറിന്റെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ അച്ഛൻ ഒരു കാര്യം ഞാൻ എൻ്റെ മൈൻഡിൽ നോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആ ഇന്റർവ്യൂ കൂടെ വളരെ അഭിമാനത്തോടു കൂടെ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകൻ തിരിച്ചു വരും, ഞാൻ 100% കോൺഫിഡന്റ് ആണ് എന്ന്. ആ ദിവസം മുതൽ താങ്കളുടെ അച്ഛൻ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു സാർ തിരിച്ചെത്തുന്ന ആ ഒരു ദിവസം. ആ ദിവസം വന്നെത്തിയപ്പോൾ സാറിന്റെയും സാറിന്റെ അച്ഛന്റെയും ഒരു അനുഭവം പറയാമോ? ഞാൻ വേറെ അനുഭവം പറയാം. ഞാൻ നേവൽ അക്കാഡമി ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അതുകൊണ്ട് 16-17 വയസ്സുണ്ടായിരുന്നു. എന്നെ അക്കാഡമിയിൽ വിടാനായിട്ട് അച്ഛനാണ് വന്നത്. അപ്പോൾ ഞാൻ ആ ഗേറ്റ് ക്രോസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞ്, യു ആർ ഗോയിങ് ഇൻ എ ബോയ് ബട്ട് യു വിൽ കം ബാക്ക് എ മാൻ. യു ആർ ഗോയിങ് ഇൻ എ ബോയ് ബട്ട് യു വിൽ കം ബാക്ക് എ മാൻ. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അച്ഛൻ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, തിരിച്ചു പോകുമെന്നും പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവിൽ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ ഫാമിലിയിൽ കണ്ടത് അച്ഛനായിരുന്നു. അച്ഛൻ വിശാഖപട്ടണം എന്നെ കാണാനായിട്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അമ്മാവനും വൈഫും എല്ലാവരും, അമ്മാവൻ, എൻ്റെ മൊത്തം ഫാമിലി ദേ വർ വിത്ത് മീ ഡ്യൂറിങ് ദി റിക്കവറി പ്രോസസ്. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു വാക്ക് റൈറ്റ് നൗ. ഞാൻ ചിലപ്പം പാരലൈസ് ആയിരുന്നു, അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു. അവർ കുറേ സഹായിച്ചിട്ടുണ്ട്.
പിന്നെ എൻ്റെ അമ്മ തന്നെ ഒരു ദിവസം എന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു, നിനക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പ്ലാനൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എൻ്റെ എനിക്ക് എൻ്റെ ശക്തി, കാലിൻ്റെ ശക്തി തിരിച്ചു കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ പോവായിരിക്കും എന്ന്. അപ്പോൾ അമ്മയും പറഞ്ഞു that is exactly what I wanted to hear from you. So I'm really happy that I'm surrounded by people like this who've been helping me. താങ്ക് യു വൈഷ്ണവി. ഇനി കോഴിക്കോട് നിന്ന് നമ്മൾ അടുത്ത ജില്ലയിലേക്ക് മലപ്പുറത്ത് നിന്ന് ആദ്യം എത്തുന്നത് KHM HSS വാളക്കുളം KP സ്നേഹ ചോദിച്ചോളൂ. സ്നേഹ ഫ്രം മലപ്പുറം. സർ, ഈ സമുദ്രം സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പറയൂ. അത് നമ്മളിപ്പം ആ കടൽ കാണാൻ സ്ഥിതിക്ക് കടലിലെല്ലാം നമ്മൾ കരയ്ക്ക് എന്നാ ഒരു എഫക്റ്റ് കടലിൽ വരുന്ന എഫക്റ്റ് കരയ്ക്ക് വരുന്നുണ്ട്. നമ്മളിപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ടെമ്പറേച്ചർ മാത്രമല്ല ഇൻക്രീസ് ആകുന്നത്, കടലിന്റെ ഹൈറ്റും കൂടുന്നുണ്ട്. അപ്പം കടൽ 1 മീറ്റർ വല്ലതും അതിന്റെ പൊക്കം കൂടിയാൽ പിന്നെ കുറെ അത് കരയെ ഇങ്ങനെ തിന്നും. ഗ്ലോബൽ വാർമിംഗ് കാരണം കടലിന്റെ ആസിഡിറ്റി ലെവൽ കൂടുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ചുഴലിക്കാറ്റ് സൈക്ലോണിന്റെ ഫ്രീക്വൻസീസ് കൂടുന്നുണ്ട്. അതും നമ്മളെ കരയെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കരയിലൊക്കെ അടിക്കുന്ന പെസ്റ്റിസൈഡ് എല്ലാം ഒഴുകി കടലിലോട്ടാണ് പോകുന്നത്, കടലിലോട്ടും പുഴയിലോട്ടും എല്ലാം പോകുന്നത്. അവിടെ ഈ ഇത് കഴിച്ച് നമ്മൾ ആ മീനിനെ കഴിക്കുമ്പം നമുക്കും അതിന്റെ എഫക്റ്റ് കിട്ടുന്നു. നമുക്ക് ഈ കര വേറെ കരയിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു എഫക്റ്റ് കടലിലും ഉണ്ട്, അതിന്റെ ഒരു തിരിച്ചടി നമുക്ക് കിട്ടുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു സ്നേഹ.